Hi guys, welcome back to Agentex. എൻ്റെ പേര് അർജുൻ. അപ്പോൾ തമിഴിൽ കണ്ടതുപോലെ നമുക്ക് എങ്ങനെ ഫോട്ടോഷോപ്പ് നമ്മുടെ ഫോൺ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, അല്ലാതെ പകുതി കണ്ടിട്ട് ഇറങ്ങിപ്പോയിട്ട് പിന്നീട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ ടൂൾസും ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നമുക്ക്. പിന്നെ ഹെയർ സെലക്ഷൻ കട്ട് ചെയ്യുമ്പോൾ നല്ല ഹെയർ കറക്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കണും അമർത്തുക. അതിന് മുമ്പായിട്ട് പറയട്ടെ, ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, നമുക്ക് ക്രോമിൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രോമിലേക്ക് പോകും. അപ്പോൾ അവിടെ കുറേ വെർഷൻസ് കാണും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫോണിൽ ഏതാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അടുത്ത് കയറ്റി നോക്കുക. ചിലതിന് 26 MB, ചിലത് 46 MB, അങ്ങനെയൊക്കെ MB വരുന്നുള്ളൂ. സൈസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഏതാ വർക്ക് ചെയ്യുന്നതെന്നൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എല്ലാം ഒരേപോലെ തന്നെയാണ്. ഇൻ്റർഫേസിന് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. എല്ലാ ടൂൾസ് എല്ലാം ഒരേപോലെ തന്നെയാണ്, ബാക്കിയെല്ലാം. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഗൈസ്, ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും ആപ്ലിക്കേഷൻ. PS Touch എന്നാണ്, ഫോട്ടോഷോപ്പ് ടച്ച് എന്നാണ്. അപ്പോൾ നിങ്ങളിത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഫോട്ടോഷോപ്പ് ടച്ച് എന്നൊക്കെ എഴുതി കാണിക്കും. എന്നിട്ട് നിങ്ങളിവിടെ അക്സെപ്റ്റ് കൊടുക്കുക, അലോ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ബിഗിനെ പ്രൊജക്റ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലെ ഫോട്ടോ ഉള്ളിടത്തേക്ക് പോകും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഞാനിത് സെലക്ട് ചെയ്തു, ആഡ് കൊടുത്തു. ആഡ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് കുറേ സെലക്ഷൻ ടൂൾസ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. ഈ സൈഡിലായിട്ട് നമുക്ക് ലെയേഴ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. മുകളിലായിട്ട് നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ താഴെയാണ് അൺഡൂവിൻ്റെ ഓപ്ഷൻ വരുന്നത്. പിന്നെ ഇവിടെ ടൂൾസിൻ്റെ ബാർ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഓരോരോ ടൂൾസൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ഓരോരോ ടൂളിൻ്റെ അകത്തുള്ള കുറേ സബ് ടൂൾസ് ഉണ്ട്, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇയാളെ ഒന്ന് സെലക്ട് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇതിന് കുറേ ടൂൾസ് ഉണ്ട്. ഫസ്റ്റ് ക്വിക്ക് സെലക്ഷൻ ടൂളുണ്ട്. ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡ്രോ ചെയ്ത് കൊടുത്താൽ ആ കുറച്ച് ഭാഗം നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയി കിട്ടും. ഇതിങ്ങനെ ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായി ഇതാ സെലക്ട് ആകുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് എഡ്ജൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ആയി കിട്ടും. ഫോട്ടോഷോപ്പിലുള്ളതുപോലെ തന്നെ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ എന്തെങ്കിലും പുറത്തേക്ക് പോയിന്ന് വെച്ചാൽ ഇവിടെ ഒരു മൈനസിൻ്റെ ചിഹ്നമുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെ വരച്ചു കൊടുക്കുക. അപ്പോൾ അത് തിരിച്ച് ഉള്ളിലേക്ക് ആയിക്കോളും. പിന്നെ നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് സെലക്ഷൻ ടൂളിൻ്റെ നെക്സ്റ്റ് ടൂളാണ് സ്ക്രിബിൾ സെലക്ഷൻ. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൂളെന്ന്. സെലക്ട് ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള ഇതാണ്. നിങ്ങൾ ആദ്യം ജസ്റ്റ് വേണ്ട ഭാഗത്ത് നിങ്ങളിങ്ങനെ വരച്ചു കൊടുക്കുക. നമുക്കിപ്പോൾ ഇയാൾ ഫുള്ള് കാണുന്നുണ്ട്, ഇത് ഇത്രയും വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ റിമൂവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് വേണ്ടാത്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുമ്പോഴേക്കും ഇതാ ഫുള്ള് സെലക്ട് ആയിട്ടുണ്ട്. നമുക്ക് എഡ്ജ് നോക്കി മനസ്സിലായാലും സെലക്ട് ആയിട്ടുണ്ട് കറക്റ്റ്. എനിക്ക് തോന്നുന്നു ഇതാണ് അത്യാവശ്യം നന്നായിട്ട് സെലക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് സെലക്ഷൻ വേണ്ടാത്ത സ്ഥലമുണ്ട്, ഈ വൈറ്റ് ഏരിയ. അപ്പോൾ റിമൂവ് തന്നെ സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് റെഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അവിടെ കറക്റ്റ് ഡീസെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് സെലക്ട് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഒരു സെലക്ഷൻ ടൂളാണ് മാജിക് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സെലക്ഷൻ ടൂൾ. മാജിക് സെലക്ഷൻ ടൂൾ വരുന്നുണ്ട്, യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ
ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ ഹെയർ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം എന്നാണ്. അപ്പോൾ നമ്മൾ ഇത്ര സെലക്ട് ചെയ്ത് വെക്കുക, ആദ്യം ഇത്രയൊക്കെ സെലക്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് മുകളിലൊരു സെറ്റിങ്സിൻ്റെ ഒരു ഇതിൻ്റെ ഐക്കണുണ്ട്, ഒരു ചതുരത്തിലൊരു സെറ്റിങ്സിൻ്റെ, അതെടുക്കുക. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് റിഫൈൻ എഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക ഹെയറിൻ്റെ അങ്ങോട്ട്. എന്നിട്ട് ഇത് ആ ഹെയറിൻ്റെ ചുറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹെയർ നന്നായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഹെയറിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നൈസായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ ഹെയർ ഉള്ളിടത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇത്ര ഉള്ളതിന് താഴത്തെ ടിക്ക് അടിക്കുക. ടിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ലോഡാവും, വെയിറ്റ് ചെയ്യുക. ഇനി നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, എക്സ്ട്രാക്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഹെയറിൻ്റെ സെലക്ഷൻ നോക്കുക. ഓരോരോ മുടി ഇഴകൾ വരെ നല്ല കറക്റ്റായിട്ട് നമുക്ക് സെലക്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ ഫോട്ടോഷോപ്പിൻ്റെ റിഫൈൻ ടൂളിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. നമുക്ക് ഹെയറൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തുള്ള ടൂൾസാണ്, ഇവിടെ സ്ക്വയർ സെലക്ഷൻ ടൂൾ വരുന്നുണ്ട്, പിന്നെ സർക്കിൾ സെലക്ഷൻ ടൂൾ വരുന്നുണ്ട്, പിന്നെ ലാസോ സെലക്ഷൻ ടൂൾ വരുന്നുണ്ട്, പോളിഗൺ സെലക്ഷൻ ടൂൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് ബ്രഷ് ടൂൾ വരുന്നുണ്ട്, എഫക്ട്സ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് സ്പ്രേ ടൂൾ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന ക്ലോൺ സ്റ്റാമ്പ് വരുന്നുണ്ട്, ഹീലിംഗ് ബ്രഷ് വരുന്നുണ്ട്, ഇവിടെ ഇറേസർ ടൂൾ വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ബ്ലർ ടൂളും വരുന്നുണ്ട്, സ്മഡ്ജ് ടൂളും വരുന്നുണ്ട്. ബ്ലർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി, അവിടെയൊക്കെ ബ്ലറായി കിട്ടും നമുക്ക്. അതിൻ്റെ നമുക്ക് ഒപ്പാസിറ്റി ഹാർഡ്നെസ് ഒക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒന്ന് ആ ബ്രഷിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ മുകളിലായിട്ട് ഇതാ ഇവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. കളർ ഇൻവേർട്ട് ചെയ്യാൻ പറ്റും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, സാച്ചുറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും, പിന്നെ ഓട്ടോ ഫിക്സ് ഉണ്ട്, ലെവൽസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, പിന്നെ ടെമ്പറേച്ചർ, കളർ റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കർവ് ഉണ്ട്, ഷാഡോ, ഹൈലൈറ്റ്, കളർ ബാലൻസ്, നോയ്സ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിലുള്ളത്. അപ്പോൾ എഫക്ട്സ് എന്നുള്ള ബോക്സിൽ ഉള്ളത് ബേസിക് ആയിട്ടുള്ള HDR, സോഫ്റ്റ് ലൈറ്റ്, സോഫ്റ്റ് സ്കിന്ന്, മൂൺ ലൈറ്റ്, ഗ്രെയിനി നൈറ്റ്, TV മോണിറ്റർ, സണ്ണി ആഫ്റ്റർനൂൺ, സ്ലീപ്പി ഹോളോ, ഓൾഡ് സെപ്പിയ, അങ്ങനത്തെ കുറച്ച് എഫക്ട്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രോയിങ് ആയിട്ടുള്ള സാധനങ്ങൾ വരും. പിന്നെ സ്റ്റൈലിഷ്, ഇങ്ങനെ കുറച്ച് എഫക്ട്സ് ഒക്കെ വരുന്നുണ്ട്. ബേസിക്കലി പോയാൽ നമുക്ക് ബ്ലർ ചെയ്യാൻ പറ്റും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനൊക്കെ ഗോഷ്യൻ ബ്ലർ എടുക്കാം. പിന്നെ ഇതാ മോഷൻ ബ്ലർ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ ഹാൻഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്രോപ്പ് ചെയ്യാം, ഇമേജ് സൈസിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം. റൊട്ടേഷൻ ഉണ്ട്, ഫിൽ ആൻഡ് സ്ട്രോക്കിൻ്റെ ഇത് ഇവിടെയാണ് വരുന്നത്. പിന്നെ ടെക്സ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ടെക്സ്റ്റിൽ നമുക്ക് ഒരുപാട് ഫോൺസ് ഒന്നും നമുക്ക് വരുന്നില്ല, കുറച്ച് ഫോൺസൊക്കെ വരുന്നുള്ളൂ. ഇതിൻ്റെ അടുത്ത് ഇത്തരം ഫോൺസൊക്കെ വരുന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ വരുന്നതാണ് റാപ്പ് ടൂൾ വരുന്നുണ്ട്, ലെൻസ് ഫ്ലെയർ വരുന്നുണ്ട്, ഗ്രേഡിയൻറ്റ് വരുന്നുണ്ട്, ഫെയ്ഡ് വരുന്നുണ്ട്, ക്യാമറ ഫില്ല് വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി പെൻസിൽ ടൂളിനകത്ത് വരുന്നത് എന്താ കട്ട്, കോപ്പി മർജ്ഡ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസാണ്. പിന്നെ ക്ലിയർ, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസാണ്. പിന്നെ ഇവിടെ സെലക്ട് ഓൾ അടിച്ചാൽ നമുക്കിത് ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് സെലക്ട് ആവും, ചതുരത്തിനുള്ളിൽ ഫുള്ള്. ഇവിടെ ഡീസെലക്ട് ഉണ്ട്, ഡീസെലക്ട് കൊടുത്താൽ അത് അൺസെലക്ട് ആയിക്കോളും. ഇനി സെലക്ട് പിക്സൽസ് കൊടുത്താൽ നമുക്കിതാ ഇയാളെ കറക്റ്റായിട്ട് സെലക്ട് ആയി കിട്ടും. കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്, ഇയാളെ മാത്രം സെലക്ട് ആയി കിട്ടും. പിന്നെ നമുക്ക് ഫെദർ ചെയ്യാൻ പറ്റും. പിന്നീടുള്ളതെന്ന് പറയുന്നത് പിന്നെയുള്ള ട്രാൻസ്ഫോം ചെയ്യാനും റിഫൈൻ എഡ്ജൊക്കെ ആണ്. ഇനി നമുക്ക് എങ്ങനെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം.
അതിന് ഇവിടെ ലെയർ പാനലുണ്ട്, അതിൽ പ്ലസ് ക്ലിക്ക് ചെയ്യുക, ആൻഡ് ഫോട്ടോ ലെയർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകും. ഇതിപ്പോൾ ഞാനൊരു ജസ്റ്റ് ഇനിയിപ്പോൾ ഇതൊരു ഫോട്ടോ സെലക്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് വലുതാക്കുകയാണ്, ടിക്ക് കൊടുത്തു. അപ്പോൾ ഇതിപ്പോൾ മറ്റേ ഫോട്ടോൻ്റെ മുകളിലാണ് വരുന്നത്. ഇത് താഴേക്ക് ആക്കണമെങ്കിൽ ജസ്റ്റ് ഈ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക, താഴേക്ക് ഇടുക, അത്രേ ഉള്ളൂ. അത്രയുള്ളത് ഇതിപ്പോൾ താഴെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇത് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് കളർ മാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ കൂട്ടുന്നതനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടുമായിട്ടുള്ള കളർ മാച്ചിങ് കൂടി വരും. നമുക്ക് അധികം കളർ മാച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യുക, പിന്നെ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, മുകളിൽ എഫക്ട്സിൽ പോവുക. ഇനി ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഗോഷ്യൻ ബ്ലറിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് ബ്ലർ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നതാണ്. ഇത് നമുക്കൊരു 127% വരെ നമുക്ക് ബ്ലർ കൂട്ടാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഒന്നും ആയിട്ടില്ല, ഒരു ജസ്റ്റ് എല്ലാ ടൂളും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി എന്നുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, നമുക്ക് റിയൽ ആയിട്ടുള്ള ഫോട്ടോഷോപ്പ് നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ നമ്മളൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് PC-യിൽ കളിക്കുന്ന കുറച്ച് ഗെയിംസൊക്കെ നമുക്ക് ഫോണിൽ കളിക്കാൻ പറ്റും വിത്തൗട്ട് ലാഗ്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷനിൽ ഞെക്കിയിട്ട് ഓളിലിടുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അങ്ങനത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ബൈ.